Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് നാളേക്ക് നോക്കാൻ പറ്റിയ ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ നോക്കാം. കൂടാതെ നമുക്ക് നിഫ്റ്റി സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടുകൾ ഒന്ന് അനലൈസ് ചെയ്യാം. കാരണം നമ്മളെല്ലാ ദിവസവും ഇതുപോലെ വീഡിയോസ് ചെയ്യാറുണ്ട്. മാർക്കറ്റ് യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാരണം നമ്മൾ കുറച്ച് ദിവസം വീഡിയോ ഉണ്ടായിരുന്നില്ല. എന്നാലും നമ്മൾ ഷോർട്സ് ആയിട്ട് ചില ദിവസങ്ങളിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ നമുക്കൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് വയ്ക്കാം. ഒരു ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പാണ്, നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. നമ്മൾ ഈ ലൈവ് മാർക്കറ്റിലൊക്കെ വരുന്ന നല്ല നല്ല ചാർട്ടുകളൊക്കെ ഞാൻ അതിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. പക്ഷേ രണ്ടാമത് നമ്മൾ പറയുന്നത് ഇങ്ങനെ സ്റ്റോക്കുകളൊക്കെ ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും അത് റിയൽ മണി വെച്ച് ട്രേഡ് ചെയ്യരുത്. നിങ്ങൾ പേപ്പർ ട്രേഡൊക്കെ ചെയ്ത് പഠിക്കുക. പിന്നെ നമ്മൾ പറയുന്ന ടെക്നിക്കലായിട്ടുള്ള അനാലിസിസുകളൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മാർക്കറ്റിൽ നിങ്ങൾ അനലൈസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ കുറച്ച് നാളൊക്കെ നിങ്ങളത് ചെയ്ത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ട്രേഡുകളൊക്കെ എടുക്കാനും അത് പഠിക്കാനൊക്കെ ഉള്ള ഒരു കിട്ടും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് പോകാം. അതിനുശേഷം സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ട് പോയിട്ട് ഒന്ന് അനലൈസ് ചെയ്യാം. നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് തന്നെ ആയിരുന്നു നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. നല്ലൊരു ക്ലോസിങ് കിട്ടി. നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു 24,570 ആ റേഞ്ച് ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിഫ്റ്റി ഒരു മൂവ്മെൻറ്റ് കിട്ടും എന്നുള്ളത്. ഏകദേശം ആ റേഞ്ചിനോട് അടുത്താണ് ഇന്ന് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു മേലോട്ട് ഒരു മൂവ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ മിക്കവാറും നിഫ്റ്റിയിൽ നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റം പ്രതീക്ഷിക്കാം. ചില സമയങ്ങളിൽ ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്ത് ചിലപ്പോൾ ഒന്ന് റീടെസ്റ്റ് ഈ റേഞ്ച് ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കത് പ്രൈസ് ആക്ഷനൊക്കെ വെച്ച് നമ്മൾ ഡെയിലി വീഡിയോസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് ഞാൻ വീഡിയോസിൽ പറയുന്നതാണ്. അതുപോലെ സ്മോൾ ക്യാപ്പ് ആണെങ്കിലും ഇന്നൊരു 154 പോയിൻറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് സ്മോൾ ക്യാപ്പിനും തന്നിട്ടുണ്ട്. ഓക്കെ, സ്മോൾ ക്യാപ്പിന് തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രെൻഡ് ലൈൻ എന്നുള്ളത്. ഈ ട്രെൻഡ് ലൈന് മുകളിൽ സസ്റ്റെയിൻ ചെയ്താലാണ് നമുക്ക് സ്മോൾ ക്യാപ്പിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുള്ളൂ. കൂടാതെ ഈ ഒരു സ്വിങ് ഹൈയും നമുക്കൊന്ന് നോക്കേണ്ടത്. അപ്പോൾ സ്വിങ് ഹൈ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആ റേഞ്ചിൻ്റെ മുകളിലാണ് സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. അതൊരു പോസിറ്റീവ് സൈനാണ്. ഞാൻ പറയുന്നത് ഈ ഒരു ട്രെൻഡ് ലൈനും കൂടി ഒന്ന് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18,500 ആ റേഞ്ചാണ്. അതിനൊട്ട് മുകളിൽ പോകുകയാണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്മോൾ ക്യാപ്പിലൊക്കെ നല്ലൊരു മൊമെൻറ്റം കിട്ടുന്നുണ്ട്. കൂടാതെ നമുക്കിപ്പോൾ സ്വിങ് ട്രേഡൊക്കെ ചെയ്യാനും കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു മൊമെൻറ്റം നമുക്കിപ്പോൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്മോൾ ക്യാപ്പിലൊക്കെ ഒരു ബൈയിങ് വരിക കാരണം കൊണ്ട് നമ്മൾ പറയുന്ന സ്റ്റോക്കുകളിലൊക്കെ ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് നിങ്ങൾ നോക്കിയാൽ നമ്മൾ പറയുന്ന സ്റ്റോക്കുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറയുന്ന സ്റ്റോക്കുകളിലൊക്കെ ഒരു മൂവ്മെൻറ്റം കിട്ടുന്നുണ്ട്. അതൊന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, കൂടാതെ നമുക്കൊരു രണ്ട് സ്റ്റോക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാം. ആദ്യത്തെ ഒരു സ്റ്റോക്ക് MV എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ട് വന്ന് ഇത് IPO ബ്രേക്ക് ഔട്ടാണ്. ഈ ഒരു സ്റ്റോക്കിൻ്റെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം നല്ല രീതിയിലുള്ള ഒരു IPO ബ്രേക്ക് ഔട്ട് നടന്ന് അതിൻ്റെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേപ്പർ ട്രേഡിനാണ് ഈ എൻട്രി എന്ന് പറയുന്നത് കേട്ടോ, നമ്മൾ റിയൽ ട്രേഡല്ല. ഈ റേഞ്ച് ഇപ്പോൾ നല്ലൊരു രീതിയിൽ ബ്രേക്ക് ഔട്ട് തന്നു. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഈ റേഞ്ചിലൊക്കെ നല്ല വോളിയം ബിൽഡപ്പ് ആയിട്ട് വന്നിട്ടുണ്ട്. ചിലപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റോക്ക് താഴത്തോട്ട് വന്നിട്ടൊന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോകാനും സാധ്യതയുണ്ട്. അതല്ല, ഈ റേഞ്ചിൽ നിന്ന് മുകളിലോട്ട് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു ആദ്യത്തെ ഒരു 50% ക്വാണ്ടിറ്റി ഈ ഒരു 272 അപ്പോൾ നിങ്ങളൊന്ന് ആഡ് ചെയ്യാം. അതിനുശേഷം സ്റ്റോക്ക് താഴത്തോട്ട് ഈ ഒരു ബ്രേക്ക് ഔട്ട് റേഞ്ചിനോട് താഴത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് വീണ്ടും അടുത്തൊരു 50% ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ക്യാൻഡിൽ താഴെ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം. ഒരു 247 റേഞ്ച് നമുക്കൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് സ്റ്റോപ്പ് ലോസ് വന്നു കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യുക എന്നുള്ള പ്ലാനാണ്. അല്ലാണ്ട് നമ്മൾ വീണ്ടും അത് മേലോട്ട് വരും എന്നിട്ട് പറഞ്ഞ് ഹോൾഡ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോഴാണ് കൂടുതൽ നമ്മൾ ഷോർട്ട് ടൈമിലേക്കുള്ള എടുത്ത എൻട്രി പിന്നെ അത് ലോങ് ടൈമിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അങ്ങനെ ട്രേഡ് ചെയ്ത് പഠിക്കരുത് ഒരിക്കലും. നമുക്ക് പ്രോപ്പറായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ നമ്മൾ ട്രേഡിൽ എൻട്രി ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വേണം. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ പറഞ്ഞു തരാം. എനിക്ക് ഒരുപാട് ഇങ്ങനെ മിസ്റ്റേക്കുകൾ പറ്റി അതിൽ നിന്നും ഇങ്ങനെ പഠിച്ചാണ് നമ്മളിങ്ങനെ പറഞ്ഞു തരുന്നത്. നമുക്കറിയാം വലിയ നോളജൊന്നും ഇല്ലെങ്കിലും നമ്മൾ പറഞ്ഞ എക്സ്പീരിയൻസ് കണ്ടും കേട്ടും അതുപോലെ നമ്മൾ ചെയ്തും അറിഞ്ഞ എക്സ്പീരിയൻസ് എന്നാണ് നിങ്ങൾക്ക് ഞാനത് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഈ രീതിയിൽ മാത്രം നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രി, അതുപോലെ ഒരു എക്സിറ്റ്, അതുപോലെ ഒരു സ്റ്റോപ്പ് ലോസ്, നമുക്കത് എക്സിറ്റ് ആണെങ്കിലും എൻട്രിയും അതുപോലെ ടാർഗറ്റ് ആണെങ്കിൽ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള ഒരു ഇതും കൂടി വേണം. എന്നാലും നമ്മൾ സക്സസ് ആയിട്ട് നിൽക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഈ രീതിയിൽ നമ്മൾ പറഞ്ഞ പോലെ ഒരു 272 എബോ മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്കറിയാം ഈ സ്റ്റോക്ക് ബുള്ളിഷ് ആണെന്നുള്ളത്. അതല്ല റീടെസ്റ്റിന് വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ റേഞ്ചുണ്ട്. അപ്പോൾ 2 ദിവസമായിട്ട് ഒരു റെഡ് ക്യാൻഡിലാണ്, പക്ഷേ വലിയ വോളിയൊന്നുമില്ല. ഈ റേഞ്ചിലോട്ട് വന്നിട്ട് ഈ റേഞ്ചിന് ടച്ച് ചിലപ്പോൾ ഈ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്യും. ബ്രേക്ക് ചെയ്തിട്ട് വീണ്ടും മേലോട്ട് പതുക്കെ കയറാൻ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അന്ന് എൻട്രി
കൺസിഡർ ചെയ്യാം. അതുപോലെ 240 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്കൊരു 272 250 ടാർഗറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഒരു ഷോർട്ട് ടൈമിലേക്ക് അല്ലെങ്കിൽ മിഡ് ടൈമിലേക്ക് നോക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. കാരണം സ്റ്റോക്കിൻ്റെ ചാർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു IPO ബ്രേക്കൗട്ടാണ്. IPO ബ്രേക്കൗട്ടൊക്കെ നല്ല രീതിയിൽ 20-30% ഒക്കെ ഒരു മൂവ്മെൻറ്റ് പൊതുവെ തരാറുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുന്ന വേറൊരു സ്റ്റോക്ക് ഈ ഗാലൻഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഇന്ന് സ്റ്റോക്ക് ഒരു റെഡിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ സ്റ്റോക്കിൻ്റെ ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചാർട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നല്ലൊരു റേഞ്ച് ബ്രേക്കൗട്ട്, അതായത് 2025 ജൂലൈയിൽ വന്ന റേഞ്ചാണ് ഈ റേഞ്ച്. അതിന് ശേഷം ഇന്നത്തെ ദിവസം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇന്നത്തെ അല്ല കഴിഞ്ഞ 2 ദിവസം നോക്കിക്കഴിഞ്ഞാൽ നല്ലൊരു വോളിയത്തോടുള്ളൊരു ബ്രേക്കൗട്ട്. അതിനുശേഷം ചെറിയൊരു കൺസോൾട്ടേഷൻ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ചെറിയൊരു കൺസോൾട്ടേഷനാണ്. ഇതിൽ നമുക്കിത് ചെറിയൊരു റീടെസ്റ്റ് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇവിടുന്ന് നമുക്ക് മിക്കവാറും ഈ ഒരു സ്റ്റോക്ക് കിടന്നു ഈ ഹൈ പോയി ഏകദേശം ഈ റേഞ്ച് വരെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് നമുക്കൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ മേലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നമ്മളിതിന് മുമ്പ് കണ്ട അതേപോലെ തന്നെയാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ എൻട്രി വരുന്നത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ എൻട്രി എടുക്കാം. അതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റോക്കിൻ്റെ ഈ ഒരു കറണ്ട് മാർക്ക് പ്രൈസ് ഇപ്പോൾ നാളെ എങ്ങനെയാണ്, റെഡ് ക്യാൻഡിലാണോ നോക്കുക. റെഡ് ക്യാൻഡിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. പിറ്റേ ദിവസം ഒരു ഗ്രീൻ ക്യാൻഡിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഒരു ഗ്രീൻ ക്യാൻഡിലാണെന്നുണ്ടെങ്കിൽ കൺഫേം ആണ്. പിന്നെ നമുക്ക് മേലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസ്ക് റിവാർഡിൽ ഒരു സ്റ്റോപ്പ് ലോസ് ഈ ഒരു 755 755 ആ റേഞ്ചിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് നല്ല റിസ്ക് റിവാർഡ്, അതുപോലെ റീടെസ്റ്റ് വരികയാണെങ്കിൽ നമുക്ക് നല്ല റിസ്ക് റിവാർഡ് കിട്ടും. അതല്ല ഈ ഒരു ഹൈൻ്റെ മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാം, കുഴപ്പമില്ല. ചെറിയൊരു ക്വാണ്ടിറ്റി നമ്മൾ പറഞ്ഞ പോലെ 50% ക്വാണ്ടിറ്റി ആഡ് ചെയ്തിട്ട് മാത്രം എൻട്രി എടുക്കാൻ ശേഷം വീണ്ടും സ്റ്റോക്ക് താഴത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇതേപോലെ രണ്ടാമത്തെ പാർട്ട് ഈ ഒരു 804 ആ റേഞ്ചിൽ ആ റീടെസ്റ്റ് വരുമ്പോൾ നമുക്ക് അടുത്ത പാർട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റോക്കുകളാണ് നമ്മൾ നാളത്തെ മാർക്കറ്റ് പറയുന്നത്. കാരണം കഴിഞ്ഞ ഞായറാഴ്ചയും ഇന്നലെയൊക്കെ നമ്മൾ സ്റ്റോക്കുകൾ എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് വാച്ച് ചെയ്യുക. കാരണം നമ്മൾ പറയുന്ന എല്ലാ സ്റ്റോക്കുകളും പറഞ്ഞ ദിവസം തന്നെ ട്രിഗർ ആവണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ചിലപ്പോൾ കുറച്ച് സമയം എടുക്കും. നിങ്ങൾ വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിടുക, ഇല്ലെങ്കിൽ നമ്മൾ അലേർട്ട് വയ്ക്കുക. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിൽ തന്നെ ഈ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ തന്നെ നമുക്ക് അതിൻ്റെ അലേർട്ട് വെക്കാൻ പറ്റും. ഈ റേഞ്ചിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തിട്ട് വരുമ്പോൾ മാത്രം നോക്കിയാൽ മതി. അതുവരെ നമുക്കത് നോക്കേണ്ട ആവശ്യമില്ല. ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്നാലും നമ്മൾ ഡെയിലി വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അതല്ല ആരും ലൈക്ക് ചെയ്യുന്നില്ല, കാണുന്നില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ ഒരു മടുപ്പായിരിക്കും വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും അങ്ങനെ വീഡിയോസ് ചെയ്യാനും നമുക്കൊരു ഇൻട്രസ്റ്റ് വരാത്തത്. കൂടുതൽ ആൾക്കാർ കമൻറ്റും അതുപോലെ ലൈക്കൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്ക് കൂടുതൽ ആൾക്കാർ കാണുന്നുണ്ട്. അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് കൂടുതൽ കിട്ടുന്നതാണ്. അതുപോലെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് ജോയിൻ ചെയ്യാം. നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.